അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ടൊരു സ്വിസ് റോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ പേര് തന്നെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പാർലേജി ബിസ്ക്കറ്റ് ഇട്ട്, ഏകദേശം ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റ് ഇല്ലേ അത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹാപ്പി ബിസ്ക്കറ്റ് ഇല്ലേ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്യുന്ന നേരം അതിൻ്റെ ക്രീം അങ്ങ് റിമൂവ് ആക്കിയിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റ് പഴം ആഡ് ചെയ്യാനുണ്ട്. ഒന്നല്ല, 2 എണ്ണം. അപ്പം നമ്മൾ പഴം നന്നായിട്ട് ഇതേപോലെ കഷ്ണങ്ങളായി മുറിച്ചിട്ടതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതാ നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആൻഡ് ബനാന ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിൻ്റെ ടൂൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 50 ഗ്രാമോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ദെൻ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ക്രീം നന്നായിട്ട് ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ക്രീം ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ച നമ്മൾ ചോക്ലേറ്റ് ക്രീം ഇല്ലേ അത് ഇതേപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ചുകൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കൂടി വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാനുണ്ട്. അപ്പം നമ്മളിതാ പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രീം ഇതേപോലെ നന്നായിട്ട് സെറ്റായിട്ട് ഒരു ചപ്പാത്തി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തിയെന്നുള്ള രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ റോളിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമ്മൾ സ്വിസ് റോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ നിന്നൊരു ഇമ്പ്രൂവ് ആക്കാൻ തോന്നിയ എന്താ വെച്ചാൽ നല്ല നട്ട്സ് അതിൻ്റെ മേലെ കൂടി, അതായത് നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും കളറായാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ബൈ ബൈ ഫ്രം കോയാസ് റെസിപ്പി.